അപ്പോൾ നമ്മളെന്താണ് കേസുകൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മെയിലിനെ നമ്മൾ പറത്തിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ കുറച്ച് ലോങ് പോയിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോയി പറത്തിച്ചാണ്. അപ്പോൾ നമ്മൾ ഫീമെയിലിനെ അവിടെ വെച്ചിട്ട് നമുക്ക് മെയിലിനെ കൊണ്ടുപോയി പറത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും സ്പോട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളെന്തായാലും പ്രാവിനെടുത്തിട്ട് പറത്തിക്കാനുള്ള സ്പോട്ടിലോട്ട് പോട്ടാം. അപ്പോൾ നമ്മളെന്തായാലും മെയിലിനെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ എത്തിയിട്ട് സ്പോട്ട് എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്നോട്ട് വിടാൻ പോകുന്നത്. നമുക്ക് വിട്ടോക്കാം. 3, 2, 1 നമ്മളിപ്പോൾ എന്തായാലും പ്രാവിനെ വിട്ടിട്ടുണ്ട്. പ്രാവതാ അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്നുണ്ട്. വീട്ടിലോട്ട് എത്തുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് പ്രാവ് നോക്കാം. പ്രാവ് ഇതാ ഇപ്പോൾ ഇവിടെ പോകുന്നത്. ഇതേ പോകുന്നു. നല്ല പറവാട്ടോ, പറന്ന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ദേശത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയേക്കാം. എത്തിനോ ഇല്ലേ നമുക്ക് പോയേക്കാം. അപ്പോൾ ബൈ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പ്രാവിനെ ഇവിടെ എവിടെയും കാണുന്നൊന്നുമില്ല. പ്രാവ് വരുമെന്ന് കരുതുന്നു. പേട അവിടെ തിന്നാട്ടോ. പേട കുട്ടി അത് അവിടെ നിന്ന് ഉള്ളിൽക്കുന്നുണ്ട്. അപ്പോൾ തള്ളാർ ഭക്ഷണം കഴിച്ചിട്ടേക്കരം ഇവനക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ തള്ളാർക്ക് തിന്നാൻ കൊടുക്കണം. അപ്പോൾ അവന് വരുന്നു തോന്നുന്നുണ്ട്. പിന്നെ തന്നെ പ്രാവിനെ ചൂളിട്ടിട്ട് ഇത് കുലുക്കിയിട്ടാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ പ്രാവ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു പ്രാവ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചാൽ നമ്മൾ ഡോറ് തുറന്നു വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറിക്കാം. പ്രാവ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെട അത് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് എന്തായാലും കൂട്ടി കയറും. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് നമുക്ക് കൂട്ടിൽ നിൽക്കുന്ന എല്ലാ പ്രാവിനെയും നമുക്ക് ഇതിലേക്ക് പിടിച്ചിടാം. അപ്പോൾ അവ അത് കണ്ടിട്ട് എന്തായാലും ഈ ഷെഡിൻ്റെ ഉള്ളിലൂടെ പോട്ടാം. നമുക്ക് എന്തായാലും കാണാം. നമുക്ക് കയറുമില്ലെന്ന് എന്തായാലും നോക്കാം. ചിലപ്പോൾ അതിന് മുമ്പ് അവൻ ഇതിലൂടെ കയറിഞ്ഞ് വെച്ചിട്ട് നമുക്കതിനെ വിട്ടുനോക്കാം. പെട അവിടെ മൂളി വിളിക്കുന്നുണ്ട് കേട്ടോ ചേവലിനെ. എന്തായാലും ഇപ്പോൾ ഒന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മളെ പ്രാവിടെ ആണെങ്കിൽ ഇതിനൊന്ന് ഉറപ്പായി. അപ്പോൾ നമ്മൾ പ്രാവിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിട്ട് ഇവിടെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഈ കൂട്ടിലായിരുന്നു ഇട്ട് മനസ്സിലാക്കിയിപ്പിച്ചത്. ഇതൊരു തത്തമ്മക്കൂടാണ്. ഈ തത്തമ്മക്കൂട്ടിലാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അവനങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എല്ലാവരും ഇതിലോട്ട് പിടിച്ചിടാം. അപ്പോൾ അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് അവരെ എല്ലാവരും പിടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 പ്രാവിനെ ഇവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറില്ല പ്രാവ് അവിടെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ പ്രാവത വരുന്നുണ്ട് കേട്ടോ. പ്രാവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൽ തിന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാൻസി ചാവലിനും കൂടി തീരിട്ടിടാം. ഫാൻസി ചാവലവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറവ പേട അത് നോക്കുന്നു കേട്ടോ. ഇവരിതിലേക്കും എഗ് ചെയ്തിട്ടില്ല. എഗ് ചെയ്യാനായിട്ടുണ്ട്. അതാ അവിടേക്ക് നോക്കുന്നത് വേറെ ഒന്നല്ല, അതിൻ്റെ മെയിലിതാ മേലെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഫാൻസി ചാവലിന് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് അപ്പം തന്നെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കൊടുക്കുന്ന തീറ്റ ഏതാണെന്ന് വെച്ചാൽ മിക്സഡ് തീറ്റയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫാൻസി പ്രാവൊക്കെ നോക്കി കാത്തു നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ കൊടുക്കുന്ന തീറ്റ കുറേ ഗോതമ്പുണ്ട്. നമ്മൾ ഗോതമ്പ് പിന്നെ ഒന്നും കൂടി എക്സ്ട്രാ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ മിക്സഡ് തീറ്റയും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവരെന്താ ഇറങ്ങാത്തതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അവനക്ക് ഇറങ്ങാൻ പ്രായമുണ്ടായിട്ടാണോന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. അവനെ പിടിച്ചും കിട്ടിട്ടാം. അവനെ നമ്മൾ വല്ല ഇറക്കുക കേട്ടോ. അവൻ താൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറിയാഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ വല്ല അടിയൊക്കെ ഇറക്കാം കേട്ടോ പ്രാവിനെ. ഇറങ്ങ പ്രാവിന് വിശക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ അടുത്ത 2 പ്രാവിനും കൂടി വിടുന്ന വീഡിയോ ആയിരിക്കും നമ്മൾ വിടാൻ പോകുന്നത്.
അപ്പോൾ എന്തായാലും ഇനി നമ്മൾ 5 ദിവസം കൂടുമ്പോൾ അനുസരിച്ച് നമ്മൾ പ്രാവിന് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.